സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളുടെ ഒരു മുളക് തൈയാണിത്. നല്ല ഗ്രോത്തിൽ അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ബജ്ജി മുളകാണ്. പിന്നെ വെള്ളീച്ച ശല്യം വന്നിറക്കുകയാണ്. ഇതേ കണ്ടില്ലേ ഈ ഇല? അതൊന്നും ഇങ്ങനെ ഗ്രോത്തിൽ വന്നപ്പോഴേക്കും അതിൻ്റെ നീരൂറ്റി കുടിക്കുകയാണ്. രണ്ട് ഇലകൾ വാടിയിരുന്നു. അത് വാടാനുള്ള സമയമായിട്ടില്ല. പ്രത്യേകിച്ച് മരുന്നൊന്നും ഞാൻ തളിച്ചു കൊടുത്തിട്ടില്ല. ഈ നീല കളറാണ് ഇത്. ഇനിയിപ്പോൾ അറിയാത്തവർക്ക് ഇത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നീല കളർ ഉണ്ടാവും, കമ്പിൽ അവിടുന്ന് ഇണച്ചം ഇങ്ങനെ പൊട്ടി വരാറായിരുന്നു. ഉണ്ടല്ലേ ഇവിടെ ഒരു നീല കളർ, നീല ഡോട്ട്. ഇങ്ങനത്തെ ഒരു 10-20 ചെടി നമ്മളെ വീട്ടിലുണ്ട്, വേറെ വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടായൊരു ചെടിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ മരുന്നൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല. ഇതുപോലെ കേട്ടോ, തെങ്ങിൻ്റെ പുറത്തും വരും വെള്ളീച്ച എന്നതിന് പറയുക. കണ്ടല്ലേ, വെളുത്ത കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് തെങ്ങിൻ്റെ നീരൊക്കെ ഊറ്റി കുടിച്ചിട്ട് പുറത്ത് നമ്മളെ കറുത്ത കളറിൽ കരി പോലെ ഉണ്ടാവും. ഇവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതേ രണ്ടിലയും ഇങ്ങോട്ട് പൊട്ടിച്ചു. ഉണ്ടല്ലേ, പൊട്ടിച്ചിട്ട് നശിപ്പിക്കുകയാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുകയാണ് ചെയ്യൽ. അതുപോലെ ഇത് അത്യാവശ്യം വളർച്ചയെത്തിയ ഒരു തക്കാളി ചെടിയാണ്. ഇതിലൊക്കെ അതന്നെയാണ്. അപ്പോൾ എനിക്ക് പൊതുവെ മരുന്നൊന്നും യൂസ് ചെയ്യണമെന്ന് ഒരാഗ്രഹമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിൽ ഒന്നിനൊക്കെ ഇത് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ നിർത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബാധിക്കാതിരിക്കുക, മറ്റുള്ളത് പെട്ടെന്ന് ഇവരുടെ കണ്ണിൽ പെടാതിരിക്കുക. അല്ലേ, അങ്ങനത്തെ ഇതുകൊണ്ട് തക്കാളി വേറെ വെച്ചിട്ടുണ്ട്. ശീതകാല പച്ചക്കറിയിൽ പെട്ടതാണെന്ന് തോന്നുന്നു തക്കാളി. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതായത് തണുപ്പ് കാലത്ത് ഉണ്ടാവുന്നതാണ് തോന്നുന്നു. പൂക്കുരൽ അതായത് കുത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടല്ലേ, പൂക്കുരൽ കുത്തിയിട്ട് കണ്ടോ, ചെറുതായിട്ട് കാണും. കണ്ടോ, പൂക്കുരൽ കുത്തിയിട്ട് ആരോഗ്യം വേണ്ട സമയമാകുമ്പോഴേക്കും അടിയിൽ നിന്ന് വലിക്കണം. അങ്ങനത്തെയൊക്കെ അവസ്ഥയിലാണ്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൈവമാലിന്യങ്ങളാണ് ഇവർക്ക് ഇത് ഒഴിച്ചു കൊടുക്കലുള്ളൂ. ഇത് ചെറുതേ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ഇത് എനിക്ക് കടകളിൽ നിന്ന് തരുന്നതാണ്. കടകളിൽ നിന്ന് ഒഴിവായ മിഠായി കുപ്പിയൊക്കെ തരുന്നതാണ്. അപ്പോൾ ഞാൻ അതിലാണിത് വളർത്തൽ. പിന്നെ ഇപ്പോൾ അവിടെ ചാക്കിൽ വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഏകദേശം ഇതിലൊക്കെ കായ്കളാകുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. ബജ്ജി മുളക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ബജ്ജി മുളക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ കുറേ കാലമായിട്ട് ഇത് ഉണ്ടാക്കലില്ല. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതായത് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ തക്ക വലുപ്പമൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവായൊന്നുമില്ല, വേണ്ടമാതിരി ശ്രദ്ധിച്ചാൽ. പിന്നെ ഇത് ആധികാരികമായി നമ്മൾ വാങ്ങണ വിത്തല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് കടകളിൽ നിന്ന് തന്നെ കിട്ടിയിട്ട് അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് വാങ്ങണ വിത്താണ്. അതുകൊണ്ട് കടകളിൽ നമ്മൾ തൂക്കിയിട്ട് കണ്ടിട്ടില്ലേ, പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ഉണ്ടാവും. ബജ്ജി മുളക് അധികം ചായക്കടകളിലൊക്കെ തൂക്കിയിട്ട് കാണാം. അതല്ലെങ്കിൽ ഒരു ഇളം പച്ച കളർ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാം, ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ വെറുതെ പച്ചക്കും കഴിക്കാം, എരിവില്ലാത്തത്. അങ്ങനത്തെ ഒരു പ്രത്യേകതരം സാധനമാണ്. അപ്പോൾ ഓക്കെ.